ചുമ്മാ ഒരു മുറിക്കകത്തിരുന്ന ഒരു ക്യാമറ ഓണാക്കി 4 പേരുടെ കുറ്റം പറഞ്ഞ് നടക്കുന്ന നിന്നെപ്പോലെ ഉള്ളവന്മാർക്ക് പറഞ്ഞിട്ടുള്ള പണിയൊന്നുമല്ല ഈ അഭിനയവും കാര്യങ്ങളൊന്നും ഒക്കെ പറയുന്നത്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നിങ്ങൾ ഈ തംബ്നെയിലിൽ കണ്ട മലങ്കൾട്ട് കാട്ടിലേക്കണ്ണനായ അശ്വന്ത് കോക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഈ അശ്വന്ത് കോക്ക് ഒരുപാട് നാളുകളായി മോഹൻലാൽ എന്ന വ്യക്തിയെ എടുത്തിട്ട് ട്രോളുകയാണ്. അതിപ്പോ എല്ലാ തരത്തിലും ഉണ്ട്. ഈ അശ്വന്ത് കോക്ക് മോഹൻലാലിനെ ഫുൾ ബോഡി ഷേമിംഗ് ആണ് ചെയ്യുന്നത്. ഇടക്കാലം കൊണ്ട് മോഹൻലാൽ കുറച്ച് പടങ്ങളിൽ ഈ താടി വെച്ചുകൊണ്ട് അഭിനയിക്കുകയുണ്ടായി. നിരന്തരമായ കുറച്ചു പടങ്ങൾ വന്നതുകൊണ്ടും കമ്മിറ്റ് ചെയ്തതുകൊണ്ടും താടി വെച്ചുള്ള രൂപമായതുകൊണ്ടുമാണ് ഇദ്ദേഹം താടി വടിക്കാതിരുന്നത്. അപ്പോൾ അങ്ങനെയായിരിക്കും ഈ അശ്വന്ത് കോക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. താടി വടിച്ചു കഴിഞ്ഞാൽ മോഹൻലാൽ ഇനി പടം കിട്ടത്തില്ല, മോഹൻലാലിനെ കാണാൻ വെറും മൊണ്ണ ലുക്കാണെന്ന് വരെ ഇവൻ പറഞ്ഞുണ്ടാക്കി. ഇവനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഈ ഓൺലൈനിലുള്ള മോഹൻലാലിനെ എതിർക്കുന്ന വിരോധിക്കുന്ന കുറച്ചവന്മാര് ചേർന്ന് ഇതെല്ലാം കുത്തിപ്പൊക്കി വലിയ ട്രോളുകളും വലിയ ബഹളങ്ങളും ആക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം മോഹൻലാൽ ക്ലീൻ ഷേവ് ചെയ്ത് കട്ടി മീശയും വെച്ച് ഏകദേശം ബാബ കല്യാണ സിനിമയിലെ ലുക്കിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അതായത് സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റിലൂടെയാണ് ഇദ്ദേഹം ഈ വിവരം പുറത്തുവിട്ടത്. ഇനിയിപ്പോ എന്തായിരിക്കും ഈ അശ്വന്ത് കോക്കിന്റെ പ്രതികരണം എന്നാണ് ഞാൻ നോക്കുന്നത്. കാരണം എമ്മാതിരി മോഹൻലാലിനെ കുറ്റം പറഞ്ഞിട്ടാണ് ഇവൻ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മോഹൻലാലിനെയും മറ്റുള്ള സിനിമകളെയും എല്ലാവരെയും ഈ സിനിമാ മേഖലയെ മുഴുവൻ താറടിച്ച് കിട്ടുന്ന പൈസ വെച്ചാണ് ഇവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഈ മലങ്കൾട്ട് അശ്വന്ത് കോക്ക് എന്ത് പറയുമെന്നാണ് ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ലാലേട്ടന് താടിയൊക്കെ പിടിച്ച് നല്ല കിടുക്കൻ ലുക്കിലാണ് വന്നിരിക്കുന്നത്. ഈ ഒന്നും പറ്റത്തില്ലെന്ന് പറയുന്നവന് ഈ വേഷങ്ങളൊക്കെ ഒന്ന് ചെയ്തെന്ന് കാണിക്കാൻ പറ്റുമോ? ചുമ്മാ ഒരു മുറിക്കകത്തിരുന്ന ഒരു ക്യാമറ ഓണാക്കി 4 പേരുടെ കുറ്റം പറഞ്ഞ് നടക്കുന്ന നിന്നെപ്പോലെ ഉള്ളവന്മാർക്ക് പറഞ്ഞിട്ടുള്ള പണിയൊന്നുമല്ല ഈ അഭിനയവും കാര്യങ്ങളൊന്നും ഒക്കെ പറയുന്നത്. ഇവൻ പറയുന്നത് കേട്ട് വിശ്വസിച്ച് കൂടെ തുള്ളാനും ഇവൻ പറയുന്നത് കേട്ട് സ്റ്റാറ്റസ് ഇടാനും കുറെ മൊണ്ണകൾ വേറെ രീതിയിൽ. എന്റെ പൊന്നു മോനെ, ഇത് മോഹൻലാല. നീയൊക്കെ ജനിക്കുന്നതിന് മുന്നേ പുള്ളി അഭിനയ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള ആളാ. നിങ്ങൾ വേറെ വല്ല പണിവില്ലെന്ന് നോക്കി ഈ മോഹൻലാലിനെ വിമർശിക്കാൻ നീ ആയിട്ടില്ല കൊക്കെ.